ഹായ് ഫ്രണ്ട്സ്, ജോബി സുഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം ജോബി ജോണി. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിലെ ജെറുസലേമിലുള്ള ഇൻഡിപെൻഡൻസ് പാർക്കാണ്. ജെറുസലേമിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർക്കാണിത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോവാം. ഈ പാർക്ക് ദ ഹാരി വിൽസി പാർക്ക് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. BC 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ജെറുസലേമിലെ പ്രധാന മുസ്ലിം സെമിത്തേരിയായ മാമില സെമിത്തേരിയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മുഹമ്മദ് നബിയുടെ അനുയായികളെയും സലാഹുദ്ദീൻ്റെ സൈനികരെയുമാണ് മാമില സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടുള്ളത്. ആ സെമിത്തേരിയുടെ വീഡിയോ പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതാണ്. പാലസ്തീനിലെ ഏറ്റവും വലിയ മുസ്ലിം സെമിത്തേരി ആയിരുന്നു അത്. 1996 ജെറുസലേം ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഈ പാർക്ക് വലിയ നവീകരണത്തിന് വിധേയമായി. അതുകൂടാതെ പുരാതന ജലസംഭരണിയായിരുന്ന മാമില പൂളിലേക്ക് നയിക്കുന്ന ഒരു ജലപാതയും അവർ ഇതിൽ സൃഷ്ടിക്കുകയുണ്ടായി. ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നല്ലൊരു രീതിയിലാണ് അവർ ഈ പാർക്ക് നവീകരിച്ചു പോരുന്നത്. ഈ പാർക്ക് മാത്രമല്ല, ഇസ്രായേലിലെ എല്ലാ പാർക്കുകളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കാണുവാൻ സാധിക്കും. പിള്ളേർക്ക് കളിക്കുവാനും എക്സസൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, മുതിർന്നവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, മിക്ക പാർക്കിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ സ്ഥലങ്ങളിലായിട്ട് ഒലിവ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ പലതരത്തിലുള്ള പൂമരങ്ങൾ. അങ്ങനെ നമുക്ക് വളരെ ഒരു വെറൈറ്റി ആയ ഒരു അനുഭവമാണ് ഇവിടുത്തെ പാർക്കിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ. ഞങ്ങൾ കുറച്ച് ഭക്ഷണം കഴിക്കാൻ കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ വീഡിയോ നേരത്തെ കാണിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ നമുക്കാണ് ഇവർ ഇത് നനയ്ക്കുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ 2 സമയങ്ങളിൽ ഇവർ നനയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പച്ചപ്പൊക്കെ കണ്ടോ. അതുപോലെ പലതര പഴവർഗ്ഗങ്ങൾ ഇവർ അവിടെ അതിൽ നട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരുവി, ചെറിയ നല്ല രീതിയിലുള്ള അരുവികൾ ഇവരുടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വളരെ മനോഹരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ നല്ല നല്ല കാഴ്ചകൾ കാണുവാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം.